കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പ്രസംഗത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ഹൈക്കോടതിയാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം കേണൽ സോഫിയ ഖുറേഷിയെ പിന്തുണച്ച് BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് രംഗത്തെത്തി. സൈനിക ഉദ്യോഗസ്ഥയ്ക്കെതിരെ മധ്യപ്രദേശിലെ മന്ത്രി നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് BJP നേതാവിന്റെ ഈ പ്രതികരണം. സോഫിയ ഭാരതത്തിന്റെ അഭിമാനമാണ് എന്നാണ് BL സന്തോഷ് കുറിച്ചത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, ഇപ്പോൾ ഹൈക്കോടതി കേസെടുക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇനിയും മധ്യപ്രദേശ് സർക്കാരിൽ ഈ മന്ത്രിക്ക് തുടരാൻ ബുദ്ധിമുട്ടാകും. രാജ്യാവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? BJP പ്രതിരോധത്തിലാകും. വിജയകുമാർ, ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തന്നെ BJPയിൽ നിന്ന് ഈ വിജയ് ഷായെ പുറത്താക്കണമെന്നും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മധ്യപ്രദേശിൽ ചിലയിടങ്ങളിൽ പ്രതിഷേധം പോലും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ജബൽപൂർ ഹൈക്കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം, ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. മധ്യപ്രദേശ് പോലീസ് മേധാവിയോടാണ് ഈ മന്ത്രിക്കെതിരെ, വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിലും മന്ത്രിക്കെതിരെ കേസ് എടുത്തിട്ടില്ല. ഇന്നലെയായിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു പരിപാടിക്കിടെ ഒരു വിവാദ പ്രസംഗം നടത്തിയത്. അതായത് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ഭീകരരെ അവരുടെ സഹോദരിയെ കൊണ്ട് തന്നെ പാഠം പഠിപ്പിച്ചു പ്രധാനമന്ത്രി എന്നായിരുന്നു വിജയ് ഷായുടെ ഈ പ്രസംഗം പിന്നീട് കോൺഗ്രസ് ആയിരുന്നു എക്സിൽ പോസ്റ്റ് ചെയ്തത്. പിന്നീട് അത് വിവാദമാവുകയും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിജയ് ഷാ രംഗത്തെത്തിയിരുന്നു. കേണൽ സോഫിയ ഖുറേഷി നമ്മുടെ അഭിമാനമാണെന്നും വേണമെങ്കിൽ 10 തവണ മാപ്പ് പറയാം, താൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് വിജയ് ഷായുടെ വിശദീകരണം. എന്തായാലും BJPയിൽ നിന്ന് ഇതുവരെ ആരും വിജയ് ഷായെ തള്ളിപ്പറയാൻ രംഗത്തെത്തിയില്ല. പക്ഷേ സോഫിയ ഖുറേഷിയെ പിന്തുണച്ചുകൊണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. 7 ദിവസം കൊണ്ട് രാജ്യത്തിന്റെ ഐക്കണായി മാറിയ ധീര വനിതയാണ് സോഫിയ ഖുറേഷി എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ അപലപിച്ചു എന്നല്ലാതെ ഈ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാനോ മറ്റോ ഈ വിജയ് ഷായുടെ പേര് പറയാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഹൈക്കോടതി ഉത്തരവോടെ മന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മന്ത്രിയെ സംരക്ഷിക്കുന്ന BJP നേതാക്കളും പ്രതിരോധത്തിലാവുകയാണ്. രാജ്യാവശ്യം ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതി കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ സാഹചര്യത്തിൽ ഒരുപക്ഷെ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. ഈ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. അല്പസമയത്തിനകം അതിൻ്റെ മറ്റു വിവരങ്ങൾ ലഭിക്കും.